ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നോക്കാൻ പോണത് ഈ ഹാർട്ട് ഷേപ്പ് പില്ലോ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. അതിനുവേണ്ടി ഞാൻ 2 മെറ്റീരിയൽ എടുത്തിട്ടുണ്ട്. ഒന്ന് മെയിൻ ക്ലോത്തും പിന്നെ ഒന്ന് അതിൻ്റെ ലൈനിങ്ങുമാണ്. ലൈനിങ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ഞാനിപ്പോൾ എടുത്തേക്കണ ഈ തുണി ഭയങ്കര അതുകൊണ്ടാണ് ഞാൻ ലൈനിങ് പീസും കൂടി എടുത്തേക്കണത്. അപ്പോൾ അതൊന്ന് 4 ഫോൾഡ് ചെയ്തിട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് ലവിൻ്റെ ഹാഫ് ഷേപ്പ് ഒന്ന് വരച്ച് കൊടുത്തേക്കാണ്. അതൊന്ന് വെട്ടിയെടുക്കണം. ഈ ഹാർട്ട് ഷേപ്പ് ഈ ലൈനിങ് പീസിലൊന്ന് വരച്ചിട്ട് വെട്ടുമ്പോൾ അത് നമുക്ക് കറക്റ്റായിട്ട് വെട്ടിക്കിട്ടും. ഹാർട്ട് ഷേപ്പിൻ്റെ ഒരു ഹാഫ് പോർഷൻ മാത്രം വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പീസ് കിട്ടും. ഇനി ഇതിൽ നിന്നൊരു പീസ് എടുത്ത് മെയിൻ ക്ലോത്തിൽ വെച്ച് വെട്ടിയാൽ മതി. ഈ ഒരു രീതിയിലാണ് ക്ലോത്ത് മടക്കേണ്ടത്. 4 മടക്കണം. 4 ഫോൾഡ് ആദ്യം ഒന്ന് മടക്കിയിട്ട് അതിൻ്റെ പുറത്ത് പിന്നെ ഒന്ന് മടക്കി ഇങ്ങനെ 4 ഫോൾഡ് ചെയ്തെടുത്താണ് ആ ഒരു പീസ് ഇതിൻ്റെ പുറത്തേക്ക് വെച്ചൊന്ന് വെട്ടിക്കൊടുക്കണത്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ മെയിൻ ക്ലോത്തും കൂടി ഒന്ന് വെട്ടിയെടുക്കാം. വെട്ടിയെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ 2 പീസ് കിട്ടും. ഇനി ഇത് രണ്ടും ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ഇനി ആദ്യം നമ്മൾ വെട്ടിയെടുത്ത ലൈനിങ് പീസ് ഇതിൻ്റെ ബാക്ക് വശത്ത് വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ 2 പീസും സ്റ്റിച്ച് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു പീസാണ്. ഇത് നമുക്ക് ഫ്രില്ല് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പീസ് എടുത്തേക്കണത്. ഞാൻ 3 ഇഞ്ച് വീതിയിൽ ഞാൻ എടുത്ത ഈ ഹാർട്ട് ഷേപ്പിൻ്റെ നീളം എത്രയാണോ ആ ഒരു നീളത്തിനനുസരിച്ചാണ് അതിൻ്റെ നീളം എടുത്തേക്കണത്. പക്ഷേ വീതി 3 ഇഞ്ചാണ്. ആ ഒരു രീതിയിൽ ആ പീസ് വെട്ടിയെടുത്തിട്ട് അതിൻ്റെ ഒരറ്റം മടക്കി അടിക്കുകയും മറ്റേ ഒരു അറ്റത്ത് വെറുതെ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തെടുത്തിരിക്കുകയാണ് ചെയ്തേക്കണത്. അതിന് കെട്ടിടാതെയാണ് ഈ റണ്ണിങ് സ്റ്റിച്ച് എടുത്തേക്കണത്. അത് ഗ്യാദേഴ്സ് ഇട്ടെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. ഈ ഗ്യാദേഴ്സ് ഇടുമ്പോൾ കെട്ടിടാതെ ഒരു നൂല് നീട്ടത്തിൽ അതിൻ്റെ അറ്റത്ത് കുറച്ച് നൂലിട്ടിട്ട് അതിൻ്റെ ഒരു നൂലിൻ്റെ അറ്റത്ത് പിടിച്ച് വലിച്ചെടുത്താൽ നമുക്ക് സുഖമായിട്ട് ഫ്രില്ല് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തേക്കണത്. അങ്ങനെ നമ്മൾ ആദ്യം ചെയ്ത 2 ലവിൽ ഒരു ലവിൻ്റെ പുറത്ത് വെച്ച് അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിൻ്റെ ചീത്ത വശത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുത്തേക്കണത്. ഈ ഒരു പീസ് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടണത്. ഈ ഒരു രീതിയിൽ എല്ലാം സെറ്റാക്കി കിട്ടും. ഇനി മറ്റേ പീസ് ഇതിൻ്റെ പുറത്ത് വെച്ച് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ ഈ ഫ്രില്ലിപ്പോൾ ഞാൻ പുറത്തേക്കാണ് വെച്ചിരിക്കണത്. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്കാണ് ആക്കി വെച്ച് കൊടുക്കേണ്ടത്. മറ്റേ പീസിൻ്റെ നല്ല വശം ഉള്ളിൽ വരണം. എന്നാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത ഫ്രില്ലിൻ്റെ ചീത്ത വശത്തേക്കാക്കിയിട്ട് അതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഫ്രില്ല് ഇതിൻ്റെ 2 ഉള്ളിലേട്ട് ആക്കിയിട്ട് വേണം ചെയ്യാൻ. ഞാനിപ്പോൾ ഇത് പുറത്തേക്കാക്കി വെച്ചിരിക്കണ പോലെയാണ് കാണിച്ചേക്കണത്. ഇത് പിന്നെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇടയ്ക്കൊരു ഗ്യാപ്പും കൊടുക്കണം. ആ ഗ്യാപ്പിൽ കൂടി നമുക്ക് പഞ്ഞ് കയറ്റി കൊടുക്കേണ്ടതാണ്. ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അതൊന്ന് തിരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ ഞാനിട്ട ഗ്യാപ്പ് ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇനി നമുക്ക് പഞ്ഞി കുറച്ച് കയറ്റി കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ പഞ്ഞിയെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് അതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുന്നത് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് അതിൻ്റെ അറ്റത്തുകൂടി കൈത്തുന്നൽ തുന്നിയെടുത്താണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ആക്കണേ.